Dear students, welcome back to our channel. നമ്മൾ ഇന്ന് ഒരു കവിതയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ദി ആൻസർ, ബെയ് ദാവോയുടെ ദി ആൻസർ എന്ന വളരെ ശ്രദ്ധേയമായ, അതേസമയം ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു കവിതയാണ്. മിസ്റ്റി പോയട്രി, മെങ്ലോങ്ഷി എന്ന് വിളിക്കപ്പെടുന്ന മിസ്റ്റി പോയട്രി അല്ലെങ്കിൽ ഷാഡോ പോയട്രി എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഒരു കവിതയാണ് ദി ആൻസർ. ആ ഉത്തരം, അല്ലെങ്കിൽ എല്ലാത്തിനുമുള്ള ഉത്തരം, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എന്നർത്ഥം പറയാവുന്ന, സാർവത്രികമായ ഉത്തരം എന്നർത്ഥം പറയാവുന്ന ഒരു കവിതയാണ്. അപ്പോൾ എന്താണ് ഇത് വായിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ മിസ്റ്റി പോയട്രിയുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. മിസ്റ്റി പോയട്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പദം സൂചിപ്പിക്കുന്ന പോലെ തന്നെ മിസ്റ്റി ആയി കിടക്കും, അൺക്ലിയർ ആയി കിടക്കും, ഒബ്വിയസ് ആയിരിക്കില്ല. ഇപ്പോൾ എല്ലാ ആശയങ്ങളും പറയുന്നത് ഒരു വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും. മറ്റെന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ചെറിയ മൊമെൻറ്റിനെ കുറിച്ചോ സൂചിപ്പിക്കുകയും അതിലൂടെ വളരെ വിദഗ്ധമായി നിലനിൽക്കുന്ന അവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മിസ്റ്റി പോയട്രി, ഈ മെങ്ലോങ്ഷി മോഡ് ഓഫ് റൈറ്റിംഗ് ചെയ്യുന്നത്. 1970കളിലാണ് ഈ ഒരു ടെക്നിക്ക് ആരംഭിച്ചത്. ഇതിൻ്റെ ഈ കാറ്റഗറിയിൽ പെടുത്താവുന്ന എല്ലാ കവികളും ഇതേ രൂപം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് മിസ്റ്റി പോയട്രിക്ക് വേണ്ടിയും. ഇദ്ദേഹം ബെയ് ദാവോ വളരെ പ്രശസ്തനായ ഒരു മിസ്റ്റി പോയട്രിയിലെ ഒരു കവിയായിരുന്നു. അദ്ദേഹം 76-ലെ ടിയാനൻമെൻ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് മനുഷ്യരുടെ വയലൻസിനെതിരെ, സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനെതിരെ, മനുഷ്യത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, നിങ്ങൾ മനുഷ്യരായിട്ട് സമാധാനത്തോടെ ജീവിക്കൂ എന്ന് ഉത്ബോധിപ്പിക്കുന്ന, വളരെ വിദഗ്ധമായി, അതേസമയം അതിൻ്റെ കൂടെ തന്നെ ഒരിക്കലും ഈ നിലനിൽക്കുന്ന സോഷ്യൽ സർക്കംസ്റ്റാൻസിലേക്ക്, സോഷ്യൽ സിറ്റുവേഷനിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു സൂചനയും നൽകാതെ ഇക്കാര്യം പറയുന്ന ഒരു പോയാണ് ദി ആൻസർ. അതായത് മിസ്റ്റി പോയട്രിയുടെ സ്വഭാവം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് നോക്കാം. ദി ആൻസർ, സാർവത്രികമായ ഉത്തരം, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി. അപ്പോൾ ഇത് വായിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഡീബേസ്മെൻ്റ് ആണ്. ഡീബേസ്മെൻ്റ് അല്ല, ഇത് മിസ്റ്റി പോയട്രി ആണ്. ഡീബേസ്മെൻ്റ് ആ കവിതയുടെ ഫസ്റ്റ് വാക്കാണ്. അപ്പോൾ മിസ്റ്റി പോയട്രിയുടെ സ്വഭാവം അനുസരിച്ച് ഇതിലെ ടെൻസ് ഏതാണ്, ഇതിലെ വേർബ് എവിടെ കിടക്കുന്നു, സബ്ജക്റ്റ് എവിടെ കിടക്കുന്നു എന്നൊക്കെ നിർണ്ണയിക്കാൻ വളരെ പ്രയാസമാണ്. അതേസമയം ആശയങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ പിടികിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്റ്റൈലാണത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ, എല്ലാ കവിതകളും ഞാൻ പറയാറുണ്ട്, സെൻറ്റൻസ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾക്ക് സ്വന്തമായിട്ട് കവിതകൾ മനസ്സിലാക്കണമെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചർ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചർ ശ്രദ്ധിക്കണം, പക്ഷേ അത് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ. Debasement is a password of the base. ഡീബേസ്മെൻ്റ് ആകുന്നു ബേസിലേക്കുള്ള വഴി, ബേസിൻ്റെ പാസ്വേഡ്. അപ്പോൾ എന്താണ് ബേസ്, എന്താണ് ഡീബേസ്മെൻറ്റ്? ബേസ് എന്ന് വെച്ചാൽ നമുക്കറിയാം അടിത്തറ, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥ, അതിനേക്കാൾ താഴാനില്ല അല്ലെ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ബേസ്, അടിസ്ഥാനം. ബേസിലേക്കുള്ള വഴി, ബേസിൻ്റെ പാസ്വേഡ് ഡീബേസ്മെൻ്റ് ആകുന്നു. ഡീബേസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ? തരം താഴ്ത്തലാണ്. തരം താഴ്ത്തൽ എന്ന പ്രോസസ്സാണ് സത്യത്തിൽ താഴ്ന്ന തലത്തിലേക്കുള്ള ഒരേ ഒരു പാസ്വേഡ്. അതല്ലാതെ ബേസിന് വളരെ പോസിറ്റീവായൊരു മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, ആ സെൻറ്റൻസിൻ്റെ മീനിങ് ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം ഡീബേസ്മെൻ്റ് എന്ന് വെച്ചാൽ അപ്പോൾ തറ പൊളിക്കലായിട്ട് മാറും. തറ പൊളിക്കലിലൂടെയാണ് തറയുണ്ടാകുന്നത് എന്ന് പറയുന്നത് പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു ഫിലോസഫിയാണ്. അതിന് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിലോസഫിക്കൽ തോട്ടല്ലാതെ വിശദീകരിക്കാൻ പ്രയാസമാണ്. അതേസമയം ബേസിലേക്ക് എത്തിക്കുന്നത് തരം താഴ്ത്തൽ എന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാകുന്നു എന്ന് മീനിങ് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിന് രണ്ട് മീനിങ് അല്ല, ആ ബേസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഡീബേസ്മെൻ്റ് ആകുന്നു ബേസിലേക്കുള്ള വഴി. നൊബിലിറ്റി, ദി എപ്പിതാഫ് ഓഫ് ദ നോബിൾ. നൊബിലിറ്റി എന്ന് പറയുന്നത് എപ്പിതാഫ് ഓഫ് ദ നോബിൾ, നോബിളിൻ്റെ, ഒരു പ്രമാണിയുടെ എപ്പിതാഫ് മാത്രമാകുന്നു. എപ്പിതാഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? ഈ മരണത്തിന് ശേഷം ഈ ഖബറിൽ, ശവകുടീരത്തിലുള്ള അതിൽ പതിച്ചിരിക്കുന്ന ആ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊത്തി വെച്ചിരിക്കുന്ന വരികൾക്കാണ് എപ്പിതാഫ് നമ്മൾ പറയാറ്. ചരമഗീതം എന്നോ അല്ലെങ്കിൽ എന്താ പറയുക, മലയാളത്തിൽ നമുക്ക് ആ ഒരു ശീലമില്ലാത്തതുകൊണ്ടാണ് ആ പദം പെട്ടെന്ന് കിട്ടാത്തത്. നമ്മുടെ കല്ലിൽ കൊത്തിവെക്കുന്ന, നമ്മുടെ ശവക്കല്ലറയിൽ
കൊത്തിവെക്കുന്ന വരികൾക്കാണ് എപ്പിതാഫ് എന്ന് പറയുക. അപ്പോൾ ഒരു മാന്യൻ്റെ അല്ലെങ്കിൽ ഒരു പിന്നെ പ്രമാണിയുടെ എപ്പിതാഫ് മാത്രമാകുന്നു പ്രമാണിത്വം. അപ്പോൾ പ്രമാണിത്വം എന്നൊരു സംഭവം വെറും ഒരു പൂച്ച മാത്രമാകുന്നു, അത് എപ്പിതാഫ് മാത്രമാകുന്നു എന്ന് പുച്ഛത്തോടെ അതിനെ പരിഹസിക്കുകയാണ്. എന്തിന്? നൊബിലിറ്റിയെ. വീട്ടിലെ നൊബിലിറ്റി എന്ന കോൺസെപ്റ്റ് നോബിളിൻ്റെ എപ്പിതാഫ് മാത്രമാകുന്നു. സീ ഹൗ ദ ഗിൽഡ് സ്കൈ ഈസ് കവേർഡ് വിത്ത് ദ ഡ്രിഫ്റ്റിംഗ് ട്വിസ്റ്റഡ് ഷാഡോസ് ഓഫ് ദ ഡെഡ്. സീ ഹൗ ദ ഗിൽഡ് സ്കൈ ഈസ് കവേർഡ്. എങ്ങനെയാണ് ഈ സ്വർണ്ണവർണ്ണം പൂശിയ ആകാശത്തെ കവർ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ട്? വിത്ത് ദ ഡ്രിഫ്റ്റിംഗ് ട്വിസ്റ്റഡ് ഷാഡോസ് ഓഫ് ദ ഡെഡ്. ഡെഡായവരുടെ പരേതരുടെ നിഴലുകൾ കൊണ്ട്. ആ നിഴലുകൾ എങ്ങനെയുള്ളതാണ്? ഡ്രിഫ്റ്റിംഗ് ആൻഡ് ട്വിസ്റ്റഡ്. ഡ്രിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന നിഴലുകൾ, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് എന്ന് വെച്ചാൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന, ട്വിസ്റ്റായി കിടക്കുന്ന നിഴലുകൾ. അപ്പം അങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരേതരുടെ നിഴലുകൾ കൊണ്ട് സ്വർണ്ണവർണ്ണമുള്ള ആകാശം എങ്ങനെയാണ് മറഞ്ഞിരിക്കുന്നത്? എന്തായി പറയുന്നത്? ഈ ഒരുപാട് മികച്ച ആശയമാണ്, അല്ലെങ്കിൽ മികച്ച സംഭവങ്ങളാണ്, ചിന്തകളാണ് യഥാർത്ഥത്തിലുള്ളത്. ഏതുപോലെ? ഗൈൽഡഡ് സ്കൈ എന്ന് പറയുന്നത് പോലെ, സ്വർണം പൂശിയ ആകാശം, സ്വർണ്ണവർണ്ണമുള്ള ആകാശം, ആകാശത്തിൻ്റെ വർണ്ണം സ്വർണ്ണവർണ്ണമാണ് എന്നിരിക്കെ നിങ്ങൾ കണ്ടോ ഈ പരേതരുടെ നിഴലുകൾ അതിനെ മറച്ചിരിക്കുന്നത്? ഇതുപോലെയാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും. ഏറ്റവും മികച്ച സംഭവങ്ങൾ ഉണ്ട് ഉള്ളിൽ, പക്ഷേ പുറമേ പിന്നെ ഒരാവശ്യവുമില്ലാത്ത ഇനി ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് നിഴലുകൾ, ഒരുപാട് ഇരുളിമകൾ അവയെ വന്ന് മറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. മികച്ച ആശയങ്ങളെല്ലാം ഇരുള് മറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആശയങ്ങൾക്കും ഇത് ബാധകമാണ്, എല്ലാ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉത്തരം ഇതാണ്. നന്മയില്ലാത്തത് കൊണ്ടല്ല, നന്മയെ മുഴുവൻ ഷാഡോസ് മറച്ചിരിക്കുകയാണ്. Then the second stanza, the ice age is over now. Ice age കഴിഞ്ഞല്ലോ, ഐസ് ഏജ് കഴിഞ്ഞു. നമ്മുടെ ഐസ് ഏജ് എന്ന് വെച്ചാൽ ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റ് ആണ് അല്ലേ ഐസ് ഏജ്. വൈ ഇസ് ദർ ഈസ് ഐസ് എവരിവേ. എന്നിട്ടും എന്ത് എല്ലായിടത്തും ഐസ് പൊതിഞ്ഞു കിടക്കുന്നു? ഐസ് ഏജ് തീർന്നു പോയതാണ്, ഇപ്പോൾ ഐസ് ഏജിലല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്ത് എല്ലായിടത്തും ഐസ് ഏജ്, ഐസ് ഏജ് അല്ല, ഐസ് നിറഞ്ഞു കിടക്കുന്നത്. പിന്നെയോ, ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഹാസ് ബീൻ ഡിസ്കവേർഡ്. ഗുഡ് ഹോപ്പ് മുനമ്പ് കണ്ടെത്തി, ഡിസ്കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. അതും ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റാണ്. ഗുഡ് ഹോപ്പ് മൊമെൻ്റ് എന്ന് വെച്ചാൽ ഗുഡ് ഹോപ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വെച്ചാൽ എവിടെയാണ്? നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ ഇങ്ങനെ നിൽക്കുന്ന മുനമ്പുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമായിരിക്കും. അതിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കാരണം ആ ഗുഡ് ഹോപ്പ് മുനമ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്കും ഇങ്ങോട്ടുള്ള ഈസ്റ്റ് ഭാഗത്തേക്കും വരാനുള്ള വഴി നമുക്ക് തെറ്റിയിട്ടില്ല എന്നാണ് അക്കാലത്തെ നമ്മുടെ കപ്പിത്താന്മാർക്ക് മനസ്സിലാവുക. അപ്പോൾ ആ കേപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഗുഡ് ഹോപ്പാണ് അല്ലേ. അപ്പോൾ ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഹാസ് ബീൻ ഡിസ്കവേർഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കുമുള്ള വഴി വ്യക്തമായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. വൈ ഡു എ 1000 sails contest the Dead Sea. പിന്നെയും എന്തിനാണ് ആയിരക്കണക്കിന് കപ്പിത്താന്മാർ ഡെഡ് സീയിൽ കിടന്ന് മത്സരിക്കുന്നത്? ഡെഡ് സീ എന്ന് വെച്ചാൽ ചാവുകടൽ ഒരു കടലല്ല, ചാവുകടൽ ഒരു തടാകം മാത്രമല്ല. ഇസ്രായേൽ, ജോർദാൻ ആ പ്രദേശത്ത് വരുന്ന നമ്മുടെ സീ ലെവലിൻ്റെയും ഒരുപാട് താഴെ കിടക്കുന്ന, സീ ലെവലിനേക്കാൾ ഒരുപാട് താഴെ നിലകൊള്ളുന്ന ഒരു തടാകമാണ് ചാവുകടൽ. അതിലെ ഉപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വസ്തുക്കളൊന്നും അതിൽ എന്തുപോലെ മുങ്ങിപ്പോയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത്, സഞ്ചരിക്കാൻ വ്യക്തമായ വഴികൾ ഡിസ്കവേർഡ് ചെയ്യപ്പെട്ടിട്ടും എന്തിനാണ് പിന്നെയും ഈ ഡെഡ് സീൽ കിടന്ന്, ഒരു ഉപകാരവുമില്ലാതെ ഡെഡ് സീൽ കിടന്ന് നിങ്ങൾ മത്സരിക്കുന്നത്? അപ്പോൾ എന്താ സംഭവം? ഐസ് ഏജ് അവസാനിച്ചു, എന്നിട്ടും എന്തേ എല്ലായിടത്തും ഐസ് കിടക്കുന്നു? ഗുഡ് ഹോപ്പ് മുനമ്പ് ഡിസ്കവേർഡായി, എന്നിട്ടും എന്തേ കപ്പിത്താന്മാർ ഡെഡ് സീൽ കടന്ന് മത്സരിക്കുന്നു? എന്ന് വെച്ചാൽ ലോകത്ത് അവസാനിക്കേണ്ടതെല്ലാം അവസാനിപ്പിക്കുകയും പുതുതായി കണ്ടെടുക്കേണ്ടവയെല്ലാം കണ്ടെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും അതൊന്നും ഉപയോഗിക്കാതെ എന്താണ് ഈ ആളുകൾ പഴയ ആശയങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പെറുക്കി നടക്കുന്നത്? ലോകത്ത് എന്താ പറയുക, കോളനൈസേഷൻ, മറ്റു രാജ്യങ്ങളുടെ മേലെ അധീശത്വം സ്ഥാപിച്ച് അവരെ ഭരിച്ച് നമ്മുടെ രാജ്യം കൊഴുപ്പിക്കുന്ന ആ കോളനൈസേഷൻ സിസ്റ്റം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും എന്തേ എല്ലായിടത്തും കോളനൈസേഷൻ്റെ അംശങ്ങൾ കാണാനാകുന്നത്?
ലോകത്ത് പുതിയ പുതിയ ആശയങ്ങൾ പലതും ജനിച്ചിരിക്കുന്നു. എന്നിട്ടും എന്തേ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആളുകൾ പഴയ ഒരു പ്രയോജനവുമില്ലാതെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്? ലോകത്ത് ഹ്യൂമാനിറ്റിയാണ് ഏറ്റവും പ്രധാനമെന്ന് ഡിസ്കവേർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനം, ജനാധിപത്യമാണ് പ്രധാനം, ജനങ്ങളുടെ സ്വസ്ഥതയാണ് പ്രധാനം. എന്നിട്ടും എന്തേ ആളുകൾ തമ്മിൽ ഒരു പ്രയോജനവുമില്ലാത്ത മത്സരങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ് കവി. ഇതാണ് മിസ്റ്റി പോയട്രിയുടെ പ്രത്യേകത. സൂപ്പറല്ലേ? നല്ല രസമുള്ള വരികളും നല്ല രസമുള്ള ആശയമാണ്. ദ നെക്സ്റ്റ് ആൻസർ, I came into this world bringing only paper rob a shadow to proclaim before the judgment that the voice that has been judged. ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ബ്രിങ്ങിങ് ഓൺലി പേപ്പർ റോപ്പ് എ ഷാഡോ, ഒരു പേപ്പർ, ഒരു കഷ്ണം പേപ്പർ, ഒരു കഷ്ണം റോപ്പ്, പിന്നെ ഒരു നിഴലുമായിട്ട്. ടു പ്രൊക്ലൈം, എന്തിനാ വന്നത്? ടു പ്രൊക്ലൈം ബിഫോർ ദ ജഡ്ജ്മെൻറ്റ്, ഈ എന്നെക്കുറിച്ച് എനിക്കെതിരെയുള്ള ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റിന് മുമ്പേ പ്രൊക്ലൈം ചെയ്യാൻ വേണ്ടി. എന്തിനെ? ദ വോയിസ് ദാറ്റ് ഹാസ് ബീൻ ജഡ്ജ് ചെയ്യപ്പെടാനുള്ള വാക്കുകളെ. അപ്പം എന്നെക്കുറിച്ച് ജഡ്ജ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഞാൻ പറയണമല്ലോ. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ് വരും മുമ്പേ എന്തിനെയാണോ ജഡ്ജ് ചെയ്യാനുള്ളത് ആ വാക്കുകൾ പ്രൊക്ലെയിം ചെയ്യാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. അപ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ ആശയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരികയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടോ ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ആ ജഡ്ജിമാരോട്, ജഡ്ജ് ചെയ്യുന്ന ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറയുന്നു അടുത്ത സ്റ്റാൻസയിൽ, ലെറ്റ് മീ ടെൽ യു വേൾഡ്, ലോകമേ ഞാൻ നിന്നോട് പറയട്ടെ, ഐ ഡു നോട്ട് ബിലീവ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കയില്ല, ഞാൻ ഒരിക്കലും നീ പറയുന്ന കാര്യങ്ങളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയില്ല എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ എക്സ്പ്രഷനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യന് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള, അവൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനുള്ള, എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കാനുള്ള, അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഭയങ്കരമായ തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ പറയുകയാണ്. ഇനി പറയാം, ഇഫ് 1,000 challenges lie beneath your feet. യോ എന്ന് വെച്ചാൽ ലോകത്തോട് പറയാണ്. ഏത് ലോകത്തോടും? അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുന്ന ലോകത്തോട്. ജഡ്ജ് ചെയ്യുന്ന ലോകമേ, നിൻ്റെ കാൽ കീഴിൽ ആയിരക്കണക്കിന് ചാലഞ്ചേഴ്സ് വന്നു വീണാലും, എന്ന് വെച്ചാൽ നിന്നെ വെല്ലുവിളിക്കുന്നവരെയാണ് നീ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? ജഡ്ജിമാരോട്, ജഡ്ജ് ചെയ്യുന്നവരോട് പറയാം, നിന്നെ ലോകത്തെ വെല്ലുവിളിക്കുന്നവരെയാണ് ലോകം ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിൻ്റെ കീഴിൽ, നിൻ്റെ കാൽ കീഴിൽ 1000 ചാലഞ്ചേഴ്സ് വീണാലും കൗണ്ട് മീ ആസ് നമ്പർ 1001, 1001 നീ എന്നെ എണ്ണിക്കോളൂ എന്ന് പറഞ്ഞാൽ 1000 പേര് വന്ന് വീണാലും അതിൽ ഞാനുണ്ടാവില്ല, ഞാൻ നിന്നെ എതിർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ലോകമേ, നീ പറയുന്നത് അതേപടി വിശ്വസിക്കാൻ എന്നെ കിട്ടൂല, ഞാൻ വിശ്വസിക്കയില്ല എന്ന് പറയാൻ എന്നെ അനുവദിക്കൂ. ഒരുപാട് ചാലഞ്ചേഴ്സിനെ നീ കാൽക്കീഴിൽ അമർത്തിയാലും ഞാൻ 1001 എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും, ഞാൻ നിൻ്റെ കാൽക്കീഴിൽ അമരാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം. ഇനി എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? നെക്സ്റ്റ് ആൻസർ, ഐ ഡോണ്ട് ബിലീവ് ദ സ്കൈ ഈസ് ബ്ലൂ, സ്കൈ ബ്ലൂ ആണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ തണ്ടേഴ്സ് ഇക്കോസ്, ഇടിനാദത്തിൻ്റെ മുഴക്കങ്ങളിൽ, അതിൻ്റെ പ്രതിധ്വനികളിൽ ഞാൻ വിശ്വസിക്കുകയില്ല. ഐ ഡോണ്ട് ബിലീവ് ദ ഡ്രീംസ് ആർ ഫാൾസ്, സ്വപ്നങ്ങൾ അത്രയും നിരർത്ഥകങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ദെയർ ഈസ് നോ റിവെഞ്ച്, മരണത്തിനൊരിക്കലും പ്രതികാരം ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ കോമൺ ആയിട്ട് ലോകം പ്രസൻറ്റ് ചെയ്യുന്ന ആശയങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ എല്ലാം അപ്പുറങ്ങളിൽ കാരണങ്ങൾ എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ചു പോകലാണ് എൻ്റെ ആശയം. ഒരിക്കലും ലോകം പറഞ്ഞു തരുന്ന കാര്യങ്ങളെ അതേപടി വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ആശയങ്ങളെ മുന്നോട്ട് വെക്കാനുള്ള അവസരം തരൂ, അല്ലേ? ആ ഒരു സ്വാതന്ത്ര്യം തരൂ, മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തരൂ. ഇതാണ് അദ്ദേഹം ലോകത്തോട്, വായനക്കാരോട് ഉത്ബോധിപ്പിക്കുന്നത്. ലോകത്തോട് പറയുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് വായനക്കാരെ ഉത്ബോധിപ്പിക്കുന്നത്. If the sea is destined to breach the dikes, ഈ കടലിൻ്റെ വിധി, ഡെസ്റ്റിനേഷൻ വിധി, അപ്പോൾ വിധിക്കപ്പെടുക, ഈ കടൽ വിധിക്കപ്പെട്ടിരിക്കുന്നത് ടു ബ്രീച്ച് ദ ഡൈക്സ്, ഈ കടൽ ഭിത്തികളെ തകർക്കാനാണെങ്കിൽ, കടലെങ്ങാനും കടൽ ഭിത്തികളെ തകർക്കുകയാണെങ്കിൽ, കടൽ ഭിത്തി എന്ന് വെച്ചാൽ കടൽ പുറത്തേക്ക് അടിച്ചു കയറാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന ഭിത്തി. ലെറ്റ് ഓൾ ദ ബ്രാക്കിഷ് വാട്ടർ പോർ ഇൻ ടു മൈ ഹാർട്ട്, ആ ഉപ്പുരസമുള്ള വെള്ളം മുഴുവൻ എൻ്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. പോർ എന്ന് വെച്ചാൽ ഒഴിക്കുക, ആ വെള്ളം മുഴുവൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴിച്ചോളൂ. ഇഫ് ദ ലാൻഡ് ഈസ് ഡെസ്റ്റിൻ ടു റൈസ്, ഈ ഭൂമി അങ്ങനെ ഉയർന്നു പോവാനാണ് വിധിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ലെറ്റ് ഹ്യൂമാനിറ്റി ചൂസ് എ പീക്ക് ഫോർ എക്സിസ്റ്റൻസ് അഗെയിൻ, മനുഷ്യത്വത്തിനും ഹ്യൂമാനിറ്റിക്ക് നിലനിൽക്കാൻ ഒരു ഉച്ചി അതിൽ കണ്ടെത്തട്ടെ. ലെറ്റ് ഹ്യൂമാനിറ്റി ചൂസ് എ പീക്ക്, മനുഷ്യത്വം കണ്ടെത്തട്ടെ എ പീക്ക്, ഒരു ഉച്ചി, ഒരു ഉയർന്ന ഏരിയ, ഫോർ എക്സിസ്റ്റൻസ് അഗെയിൻ, ഇനിയും നിലനിൽക്കുവാൻ. അപ്പോൾ ഈ ലോകം മൊത്തം തകരുകയാണെങ്കിലും ഞാനും ഹ്യൂമാനിറ്റിയും
എന്ന് വെച്ചാൽ ഞാൻ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്. ഹ്യൂമാനിറ്റി എന്നെന്നും നിലനിൽക്കണം, ഞാനും ഹ്യൂമാനിറ്റിയും പിടിച്ചു നിൽക്കാൻ, അതിനെ മറികടക്കാൻ ശ്രമിക്കട്ടെ എന്ന് കവി പറയുകയാണ്. ലാസ്റ്റ് സ്റ്റാൻസയിൽ എ ന്യൂ കൺജങ്ഷൻ ആൻഡ് ഗ്ലിമറിങ് സ്റ്റാർസ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രതീക്ഷ പറയുന്നത് പോലെയാണ് അവസാനത്തെ ഒരു സ്റ്റാൻസയിൽ പ്രഖ്യാപിക്കുന്നത്. എ ന്യൂ കൺജങ്ഷൻ ആൻഡ് ഗ്ലിമറിങ് സ്റ്റാർസ്. കൺജങ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ കൂടിച്ചേരൽ. എന്തിൻ്റെ കൂടിച്ചേരൽ? സെലസ്റ്റിയൽ മെറ്റീരിയൽസിൻ്റെ, ഗോളങ്ങളുടെ, സൗരയൂഥത്തിലെ ഒന്നിലധികം ഗോളങ്ങൾ ഒന്നു ചേരുമ്പോഴതിന് ആ ചേരുന്ന കൺജങ്ഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അത് മനസ്സിലാവുന്നത് ഗ്ലിമറിങ് സ്റ്റാർസ് എന്നാണ് അടുത്ത ടേം അല്ലേ. എ ന്യൂ കൺജങ്ഷൻ ആൻഡ് ഗ്ലിമറിങ് സ്റ്റാർസ്, ഒരു പുതിയ സംഗമം കൂടി, പിന്നെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കൂടി. അഡോൺ ദി അൺഒബ്സ്ട്രക്റ്റഡ് സ്കൈ നൗ, ഇപ്പോൾ ആകാശത്തെ ഒബ്സ്ട്രക്ഷൻസ് ഇല്ലാത്ത, ഒരു തടസ്സങ്ങളുമില്ലാതെ വ്യക്തമായി കാണുന്ന ആകാശത്തെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റാൻസയിലെ ഷാഡോസ് ഓഫ് ദ ഡെഡ്, പരേതരുടെ നിഴലുകൾ കൊണ്ട്, കൂടിക്കുഴഞ്ഞ നിഴലുകൾ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നത് നോക്കൂ, എങ്ങനെയാണ് മൂടപ്പെട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞ അതേ സ്കൈയെ ലാസ്റ്റ് സ്റ്റാൻസയിൽ എത്തുമ്പോൾ ഇദ്ദേഹം പറയണം, സ്കൈ അഡോൺ ചെയ്യപ്പെട്ടിരിക്കുന്നു, അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ദേ ആർ ദ പിക്ടോഗ്രാഫ്സ്, ആ കാണുന്ന ചിത്രങ്ങളാണ്, ആ ചിത്രങ്ങളാണ് എന്താണ്? ആർ ദ പിക്ടോഗ്രാഫ്സ് ഫ്രം 5000 years, 5000 വർഷങ്ങൾക്ക് മുമ്പേയുള്ള ചിത്രലിപികളാകുന്നു. പിക്ടോഗ്രാഫ് എന്ന് വെച്ചാൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതുന്ന ശൈലിയാണ് പിക്ടോഗ്രാഫ്. ഏറ്റവും പുരാതനമായ എഴുത്ത് രീതി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ചിത്രങ്ങൾ ഉപയോഗിച്ച് എഴുതാം. ദേ ആർ ദ വാച്ച്ഫുൾ ഐസ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. അത് മാത്രമല്ല, 5000 വർഷങ്ങൾക്ക് മുമ്പേ തുടക്കമിട്ട പിക്ടോഗ്രാഫുകളാകുന്നു നിങ്ങൾ ആകാശത്ത് കാണുന്ന ആ കൺജങ്ഷനും ആ ഗ്ലിമറിങ് സ്റ്റാർസും. അത് മാത്രമല്ല, എന്തുകൂടെയാകുന്നു? ദേ ആർ ദ വാച്ച്ഫുൾ ഐസ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഇനി വരാനിരിക്കുന്ന തലമുറകളുടെ വാച്ച്ഫുൾ ഐസ്, അവരുടെ പ്രതീക്ഷ നിർഭരമായ, അവരുടെ കാത്തിരിക്കുന്ന, അവരുടെ നിരീക്ഷണ സ്വഭാവമുള്ള കണ്ണുകൾ കൂടിയാകുന്നു ഈ കാണുന്ന പിക്ടോഗ്രാഫ്സ്, അല്ലെങ്കിൽ ഈ കാണുന്ന അൺഒബ്സ്ട്രക്റ്റഡ് സ്കൈയിൽ ഒരു തടസ്സവുമില്ലാതെ വ്യക്തമായി കാണുന്ന ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്ന ഈ ഗ്ലിമറിങ് സ്റ്റാർസും ഈ ആകാശീയ ഗോളങ്ങളുടെ സംഗമവും ഒരു 5000 വർഷം മുമ്പത്തെ പിക്ടോഗ്രാഫ്സ് ആകുന്നു. അതിൻ്റെ പുറമെ വരാനിരിക്കുന്നവരുടെ വാച്ച്ഫുൾ ഐസ് കൂടിയാകുന്നു എന്ന വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ഫിലോസഫി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ആഗ്രഹം അല്ലെങ്കിൽ പ്രതിഷേധം, നിലനിൽക്കുന്ന സിസ്റ്റത്തോടുള്ള, മനുഷ്യനെ അടിച്ചമർത്തുന്നതിനോടുള്ള, വയലൻസിനോടുള്ള, അക്രമത്തോടുള്ള, സ്വാതന്ത്ര്യം ഹനിക്കുന്നതിനെതിരെയുള്ള എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അനുവദിക്കാത്തതിന്, വിമർശിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള, ഇതൊക്കെ ഇപ്പോഴും പ്രസക്തമാണല്ലേ. എല്ലാ കാലത്തും മനുഷ്യൻ്റെ അധികാരത്തിന് വേണ്ടിയുള്ള അവൻ്റെ തെറ്റുകൾ മറച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുടെയും, അത് ഏറ്റവും ചെറിയ മനുഷ്യനായാലും ഏറ്റവും വലിയ മനുഷ്യനായാലും ഏറ്റവും ചെറിയ ഒരു വോട്ടർ മാത്രമായാലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ആയാലും അവരെല്ലാം അവരുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചാലഞ്ചേഴ്സിനെ അവർക്ക് അടിച്ചമർത്തേണ്ടി വരും. ആ അടിച്ചമർത്തലിനെതിരെയുള്ള നിലയ്ക്കാത്ത ശബ്ദമായിട്ട് മുഴങ്ങുന്ന ഒരു കവിതയാണ് ദി ആൻസർ, എല്ലാത്തിനുമുള്ള ഈ ഉത്തരം. ഓക്കെ, താങ്ക് യു.